നഗരസഭ പരാജയപ്പെട്ടെടുത്ത് ജനങ്ങളെ കൂട്ടി CPIM ഇന്ന് ഇറങ്ങുകയാണ്, ജനങ്ങളെ ഇറക്കുകയാണ്. അപ്പോൾ നഗരത്തിൻ്റെ പല കോണുകളിലും പാർട്ടി ലോക്കൽ കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ശുചീകരണത്തിന് ഞങ്ങൾ കോൾ ചെയ്തു. നിങ്ങൾക്കറിയാം, ഞങ്ങൾ ഈ ശുചീകരണത്തിന് കോൾ ചെയ്തിട്ട് തന്നെ 2 ദിവസമായി. അപ്പോൾ അതിനിടയിൽ ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് 5 ദിവസം കഴിഞ്ഞിട്ടാണ്. ആറ്റുകാൽ പൊങ്കാല കഴിഞ്ഞ 5ാമത്തെ ദിവസമാണ് നിങ്ങളീ കാണുന്ന വലിയ നഗരമധ്യത്തിലെ ഒരു പ്രധാനപ്പെട്ട ക്യാമ്പസിനകത്ത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ് നിങ്ങൾ കാണുന്നത്. എന്ത് ഇടപെടലാണ് നഗരസഭ നടത്തിയത്? ഇവിടെ ഇത് തീരുന്നില്ല. തൊട്ടപ്പുറത്തെ ഇത് ഒരു കാഴ്ചയാണെങ്കിൽ നഗരത്തിലെ വിവിധ ക്യാമ്പസുകൾക്കുള്ളിൽ ഇതിന് സമാനമായ കാഴ്ച, ചിലപ്പോൾ ഇതിനേക്കാൾ ആപൽക്കരമായ കാഴ്ച നിങ്ങൾക്ക് കാണാൻ കഴിയും. നഗരത്തിലെ വിവിധ കോണുകളിൽ ഇതേ മാതൃകയിലുള്ള വേസ്റ്റ് കൂമ്പാരങ്ങൾ നിങ്ങൾ കാണാൻ കഴിയും. ഇതിൽ സംഭവിച്ചത് നഗരസഭയുടെ ഏറ്റവും ഗുരുതരമായ അലംഭാവമാണ്, ഭരണപരാജയമാണ്. ആ ഭരണപരാജയത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് നിരുപാധികമായി ഭക്തജനങ്ങളോടും തിരുവനന്തപുരം നഗരത്തോടും മേയർ മാപ്പ് പറയാൻ തയ്യാറാണ്. അതിൽ കുറഞ്ഞ വേറൊന്നുമില്ല. ഇനി ഒന്നതാണ് ചെയ്യേണ്ടത്. രണ്ടാമത്, ഈ വന്ന പിഴവ് പരിഹരിക്കുന്നതിന് വേണ്ടി ഇപ്പോഴുണ്ടാക്കിയിരിക്കുന്ന വലിയ ഗുരുതരമായ പ്രശ്നം, നാട്ടിൽ നിന്ന് വലിയ വികാരങ്ങൾ, ജനരോഷം ഉയർന്നു വന്ന പശ്ചാത്തലത്തിൽ അശാസ്ത്രീയമായി മുഖം രക്ഷിക്കുന്നതിന് വേണ്ടി അശാസ്ത്രീയമായി ഈ വേസ്റ്റെല്ലാം സമാഹരിച്ച് പലയിടങ്ങളിലും കൊണ്ടുപോയി അശാസ്ത്രീയമായി ഡംപ് ചെയ്തിരിക്കുകയാണ്. അത് വരും ദിവസങ്ങളിൽ വലിയ പാരിസ്ഥിതിക ആഘാതങ്ങളും പാരിസ്ഥിതിക പ്രശ്നങ്ങളും അതോടൊപ്പം ആരോഗ്യ പ്രശ്നങ്ങളും ക്ഷണിച്ചു വരുന്നതാണ്. എനിക്ക് CPIM വേണ്ടി നഗരസഭയോട് അടിയന്തരമായി ആവശ്യപ്പെടാനുള്ളത്, ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്തുന്ന ഇത്തരം ഡിസ്പോസൽ അടിയന്തരമായി അവസാനിപ്പിക്കണം. ഇന്നലെ രാത്രിയും വേസ്റ്റ് നീക്കമുണ്ടായിരുന്നു. അത് അടിയന്തരമായി അവസാനിപ്പിക്കണം. നിങ്ങൾ മുഖം രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കാട്ടിക്കൂട്ടുന്ന ഇത് വിപരീത ഫലമാണ് ഉണ്ടാക്കുന്നത്, ജനങ്ങളെയാണ് ബാധിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ മുഖം രക്ഷിച്ചാൽ മതി. പക്ഷേ ഇതെല്ലാം കൂടി അശാസ്ത്രീയമായി കൊണ്ട് പലയിടത്തും ഡംപ് ചെയ്യുന്നത് ആ പ്രദേശത്ത് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ക്ഷണിച്ചു വരുത്താൻ, അവിടുത്തെ കുഞ്ഞുങ്ങൾ, അവിടുത്തെ വയോധികർ. 2, പാരിസ്ഥിതികാഘാതം. ഇന്നലെ ഞങ്ങളൊരു സ്ഥലം സന്ദർശിച്ചല്ലോ. ആ സന്ദർശിച്ച സ്ഥലത്ത് ടൺ കണക്കിന് മാലിന്യം കൊണ്ട് ഒരു സെഗ്രഗേഷനും ഇല്ലാതെ, ഒരു വേർതിരിവുമില്ലാതെ കൊണ്ട് തള്ളിയിരിക്കുകയാണ്. ആ ഡംപ് ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ഇന്നലെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ്റെ നേതൃത്വത്തിൽ കുറേ യന്ത്രങ്ങളുമായി അവിടെ ചെല്ലുകയാണ്. ഈ ബുൾഡോസറുമൊക്കെ ആയിട്ട് അവിടെ ചെന്നിട്ട് രാത്രി അത് കുഴിച്ചുമൂടാൻ, വലിയ കുഴിയെടുത്ത് കുഴിച്ചുമൂടാൻ ശ്രമിക്കുകയാണ്. നാട്ടുകാരെല്ലാവരും കൂടെ തടഞ്ഞു എന്നല്ലേ അവിടെ. നാട്ടുകാർ ആവശ്യപ്പെട്ടത് ന്യായമല്ലേ? അവർ പറഞ്ഞെന്താ, നിങ്ങളിത് വേണമെങ്കിൽ ഇത് എടുത്തുകൊണ്ട് പോവുക, ഇല്ലെങ്കിൽ ഇത് ശാസ്ത്രീയമായി ഡിസ്പോസ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ സ്വീകരിക്കുക. അല്ലാതെ അവിടെ വീണ്ടും അത് കുഴിച്ചു മൂടിയാൽ ഉണ്ടാക്കിയേക്കാവുന്ന ദുരന്തം, പാരിസ്ഥിതികാഘാതം, ആരോഗ്യ പ്രശ്നങ്ങൾ, ഇതൊക്കെ ഒരു ഭരണ നേതൃത്വം മനസ്സിലാക്കണ്ടേ? അപ്പോൾ ഉണ്ടായ വീഴ്ച ചരിത്രത്തിലെ ആദ്യത്തെ വീഴ്ചയാണ്. ഇന്നോളം ഒരു നഗരസഭാ ഭരണക്കാർക്കും ഇതുപോലൊരു വീഴ്ച ഉണ്ടായിട്ടില്ല. തിരുവനന്തപുരവും കേരളവും കണ്ട ഏറ്റവും ഗുരുതരമായ വീഴ്ച, ആദ്യത്തെ വീഴ്ച. ഇനി ആ വീഴ്ച പോട്ടെ, ഇനി ആ വീഴ്ച കഴിഞ്ഞിട്ട് ഇനി ചെയ്യുന്നതും ഓരോ പിഴച്ച ചുവടുകളാണ്, പിഴയ്ക്കുന്ന ചുവടുകളാണ് നഗരസഭാ മേയർ വെച്ചുകൊണ്ടിരിക്കുന്നത്. പിഴയ്ക്കുന്ന ചുവടുകളാണ്, അത് അപകടമുണ്ടാക്കുന്ന ചുവടുകളാണ് വീണ്ടും വയ്ക്കുന്നത്. BJPയിലെ മുതിർന്ന ഏതെങ്കിലും നേതാക്കളുണ്ടെങ്കിൽ ദയവായി മേയർക്ക് ഉപദേശിച്ചു കൊടുക്കണം. വീണത് വീണു. ഇനി ജനങ്ങളോട് നിരുപാധികം മാപ്പ് പറഞ്ഞ് ഈ ഉദ്യോഗസ്ഥരെ എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് ജനങ്ങളെ, വേണമെങ്കിൽ ഞങ്ങളെയും സഹായം തരൂ, ഞങ്ങളും സഹായിക്കാൻ തയ്യാറാണ്. ഞങ്ങൾ ഈ പ്രതിഷേധമെല്ലാം ഉയർത്തുമ്പോഴും ഞങ്ങളും സഹായിക്കാൻ തയ്യാറാണ്. നഗരത്തെ മാലിന്യമുക്തമാക്കാൻ ഞങ്ങളും സഹായിക്കാൻ തയ്യാറാണ്. പറയൂ. അങ്ങനെ വളരെ നല്ലൊരു ഭരണനേതൃത്വമായി മാറി ഭരണനേതൃത്വം ചെയ്യേണ്ടതെല്ലാം ശാസ്ത്രീയമായി ജനങ്ങൾക്ക് പ്രയാസമുണ്ടാകാതെ ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യുന്നതിനുള്ള നീക്കങ്ങൾ നടത്തണമെന്നും ഭരണപാടവം കാണിക്കാനും ദയവായി BJPയുടെ മുതിർന്ന നേതാക്കൾ ആരെങ്കിലും ഉണ്ട് എങ്കിൽ മേയർക്ക് പറഞ്ഞു കൊടുക്കുകയും നഗരസഭയിൽ ആ പ്രവർത്തനം ഏറ്റെടുക്കാനും ചെയ്യണം. ഞാനിപ്പോൾ അതാണ് എനിക്ക് ആവശ്യപ്പെടാനുള്ളത്. ഇല്ലെങ്കിൽ ഇത് വരും ദിവസങ്ങളിൽ കൂടുതൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും. അത് ജനങ്ങളെ അണിനിരത്തിയുള്ള വലിയ ക്യാമ്പയിനുകളിലേക്ക് ഞങ്ങൾക്കും പോകേണ്ടി വരും. അതുകൊണ്ട് അത് ക്ഷണിച്ചു വരുത്തരുത്. ജനങ്ങളാകെ അസ്വസ്ഥരാണ്. അടിയന്തരമായി ഈ മെല്ലപ്പൊക്കെ അവസാനിപ്പിക്കണം, ഈ കെടുകാര്യസ്ഥ അവസാനിപ്പിക്കണം. ചരിത്രത്തിൽ ഇതോളം ഉണ്ടായിട്ടുള്ള ഈ വീഴ്ചയ്ക്ക് വലിയ നിലയിൽ ജനങ്ങളോട് മാപ്പ് പറഞ്ഞ്, നിരുപാധികമായി മാപ്പ് പറഞ്ഞ് ഈ വീഴ്ച തിരുത്താൻ മേയർ തയ്യാറാകണം. പിന്നെ മറ്റൊരു കാര്യം, നഗരസഭയിലെ ജീവനക്കാർ വളരെ ആത്മാർത്ഥതയുള്ള ജീവനക്കാരാണ്.
വളരെ പ്രാവീണ്യമുള്ള ജീവനക്കാരാണ്, കണ്ടിജൻറ്റ് ജീവനക്കാർ. അവരാണ് നമ്മുടെ ഹരിതകർമ്മ സേനാംഗങ്ങൾ, മറ്റ് കണ്ടിജൻറ്റ് ജീവനക്കാർ, ഇതുമായി ബന്ധപ്പെട്ട് HI ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർ. ഇവരൊക്കെയാണ് യഥാർത്ഥത്തിൽ വലിയ നിലയിലുള്ള പ്രാവീണ്യമുള്ളവരാണ്. ഈ സംസ്ഥാനത്ത് തന്നെ ഏറ്റവും പ്രാവീണ്യമുള്ളവർ. അവരെയെല്ലാം ശത്രുതാപരമായി എടുക്കുന്ന നടപടി അവസാനിപ്പിക്കണം. നിങ്ങൾ അവരെ ഏൽപ്പിക്കാത്ത പണിയൊന്നും അവർക്ക് കയറി ചെയ്യാൻ പറ്റില്ല. അവരാരും മേയർമാരല്ല. ആ പാവങ്ങളെ നിങ്ങൾ ഏൽപ്പിച്ച പണികളാണ് ചെയ്തത്. നിങ്ങൾക്കൊരു പ്ലാൻ ഉണ്ടായിരുന്നില്ല, പദ്ധതി ഉണ്ടായിരുന്നില്ല, ഒരു അസൈൻമെൻറ്റും ഉണ്ടായിരുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് എന്താ സംഭവിച്ചത്? അതിൻ്റെ ഫലമായിട്ട് ഒരുപാട് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇങ്ങോട്ട് വരാൻ ഇടവരുത്തി. ഇവിടെ പ്ലാസ്റ്റിക് വന്നു. നിങ്ങളവരെ വിന്യസിച്ചില്ല ശരിയായ വിധം. നിങ്ങൾ വിന്യസിക്കാതെ നിങ്ങൾക്കുണ്ടായ ഭരണപരാജയത്തിന് ആ പാവപ്പെട്ട ആത്മാർത്ഥതയുള്ള ആ തൊഴിലാളി വിഭാഗത്തെ നിങ്ങൾ ആക്രമിക്കരുത്, അവരെ ശത്രുവാക്കരുത്. അവർക്കെതിരെ ശത്രുതാപരമായി എടുത്ത സമീപനം, നടപടികൾ അടിയന്തരമായി അവസാനിപ്പിക്കണം. നിങ്ങൾ മാപ്പ് പറയുകയാണ് വേണ്ടത്, നിങ്ങൾ തിരുത്തുകയാണ് വേണ്ടത്. അല്ലാതെ ഈ പാവപ്പെട്ട വളരെ ആത്മാർത്ഥതയുള്ള ഈ നഗരത്തിൻ്റെ കാവൽക്കാരാണ് യഥാർത്ഥത്തിൽ അവർ. ഈ നഗരത്തിലൊരു വേസ്റ്റ് വീണാൽ ഇന്നോളം ഈ നഗരനിവാസികളെ ആ വേസ്റ്റിൽ നിന്ന് രക്ഷിച്ചുകൊണ്ടിരുന്ന അവരാണ്. അവരുടെ ആത്മാർത്ഥതയും അവരുടെ പ്രാവീണ്യവും ഒക്കെയാണ്. അതിനെ വിലമതിക്കണം. അല്ലാതെ ആ പാവങ്ങളുടെ മേൽ കുതിര കയറരുത്. നിങ്ങളുടെ അധികാരം ഉപയോഗിച്ച് ആ പാവങ്ങളെ ബുദ്ധിമുട്ടിക്കരുത്, ഉപദ്രവിക്കരുത്. ആ പ്രവണതയും അവസാനിപ്പിക്കണമെന്നാണ് CPM ആവശ്യപ്പെടുന്നത്. ഞങ്ങളിത് ക്ലീൻ കേരള കമ്പനിയോട് ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട്. ഞങ്ങളിത് ശാസ്ത്രീയമായി മനസ്സിലാക്കേണ്ടത്, തിരുവനന്തപുരം നഗരത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഏജൻസികളും അല്ലാത്തതുമായ അക്രഡിറ്റഡ് ഏജൻസികളുണ്ട്. ആ അക്രഡിറ്റഡ് ഏജൻസികൾക്ക് ഈ വേസ്റ്റ് കൃത്യമായി സെഗ്രിഗേറ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതിനോ നിയമപരമായ പ്രോട്ടോക്കോളുണ്ട്, അവർക്കതിനുള്ള അധികാരമുണ്ട്. ആ അക്രഡിറ്റഡ് ഏജൻസികളെ ഒന്നും അണിനിരത്തിയില്ല. അതാണ് വന്നുപോയ വീഴ്ച. അപ്പോൾ ഞങ്ങൾ യഥാർത്ഥത്തിൽ അത്തരം അക്രഡിറ്റഡ് ഏജൻസികളുടെ സഹായത്തോടു കൂടിയായിരിക്കും ഈ മാലിന്യങ്ങൾ ഞങ്ങൾ ഡിസ്പോസ് ചെയ്യുക.